أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم كلا إن الإنسان ليطغى أن رآه استغنى إن إلى ربك الرجعى أرأيت الذي ينهى عبدا إذا صلى أرأيت إن كان على الهدى أو أمر بالتقوى أرأيت إن كذب وتولى ألم يعلم بأن الله يرى كلا لئن لم ينته لنسفعا بالناصية ناصية كاذبة خاطئة فليدع ناديه سندع الزبانية كلا لا تطعه واسجد واقترب. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. മെക്സിക്കോക്കടുത്ത ഗ്രാമങ്ങളിലെ ഒരു സ്ഥിരമായ കാഴ്ചയുണ്ട്. വളരെ നീളത്തിലുള്ള ഒരു ഉറുമ്പ് നിര ഓരോരുത്തരുടെയും മുകളിൽ ഓരോ കഷ്ണം ഇല വച്ചുകൊണ്ട് പോകുന്ന കാഴ്ച. ഈ ഉറുമ്പുകളെക്കുറിച്ച് നാം അന്വേഷിക്കാൻ ശ്രമിച്ചാൽ വളരെ ആശ്ചര്യകരമായ ചില വസ്തുതകൾ നമുക്ക് മനസ്സിലാകും. മെക്സിക്കോക്കാർ ലീഫ് കട്ടർ ആൻസ് എന്ന് വിളിക്കുന്ന ഉറുമ്പ് വർഗങ്ങൾ പ്രാണിശാസ്ത്രജ്ഞൻ്റെ ഭാഷയിൽ അട്ട ജാതിയിൽപ്പെട്ട 47 സ്പീഷീസുകളിൽ ഉറുമ്പ് വർഗങ്ങളിൽ ഓരോ വർഗങ്ങൾ. ഇരുപത്തിരണ്ടായിരത്തോളം വരുന്ന ഉറുമ്പ് വർഗങ്ങളിൽ 47 എണ്ണമാണ് ലീഫ് കട്ടർ ആൻസ് എന്നറിയപ്പെടുന്ന ഇല തലയിൽ വെച്ചുകൊണ്ട് മുകളിൽ വെച്ചുകൊണ്ട് നടന്നു നീങ്ങുന്ന ഉറുമ്പുകൾ.
അവ ഇല ശേഖരിക്കുവാൻ വേണ്ടി പോകുന്നത് ശ്രദ്ധിച്ചാൽ മുതൽ ആശ്ചര്യകരമായ ഉറുമ്പിൻ്റെ സവിശേഷതകൾ നമുക്ക് കാണാൻ കഴിയും. ആദ്യം ഒരു കൂട്ടം ഉറുമ്പുകൾ അവയുടെ വലിയ ഭൂമിക്കടിയിലുള്ള കരക്ക് താഴെയുള്ള ഉറുമ്പ് പുറ്റിൽ നിന്ന് പുറത്തിറങ്ങി വരുന്നു. അവക്ക് ഏതൊരു മരത്തിൻ്റെ ഇലയാണോ മുറിക്കേണ്ടത് അത് തിരഞ്ഞ് കണ്ടുപിടിക്കുന്നു. കണ്ടുപിടിച്ചതിന് ശേഷം അവ കൂട്ടിലേക്ക് മടങ്ങിയെത്തുന്നു. മടങ്ങിയെത്തിയിട്ട് അവയുടെ ശരീരത്തിൽ നിന്ന് ഒരു പ്രത്യേക തരം രാസസന്ദേശങ്ങൾ അയക്കുന്നു. നാം അതിനെ വിളിച്ച പേര് ഫെറോമോണുകൾ എന്നാണ്. ഈ ഫെറോമോൺ രാസസന്ദേശം ലഭിച്ചാൽ എവിടെയാണ് ഈ മരത്തിൻ്റെ അവയ്ക്ക് ആവശ്യമായ മരത്തിൻ്റെ ഇലയുള്ളത് എന്ന് ഉറുമ്പ് കോളനിയിലെ 4 വിഭാഗം വരുന്ന ഉറുമ്പുകൾക്കും മനസ്സിലാകുന്നു. 4 വിഭാഗമാണ് ഉറുമ്പുകൾ. ഒന്ന് നന്ന ചെറുത്, ഒന്ന് അതിനേക്കാൾ വലുത്, ഒന്ന് അതിൻ്റെ നടുവിലുള്ളത്, ഒന്ന് നന്ന വലുത്. ഇവയിൽ നടുവിലെ 2 വിഭാഗങ്ങളും പുറപ്പെടുന്നു. ഇല അതിസുന്ദരമായി കട്ട് ചെയ്യുന്നു. പ്രത്യേക മരത്തിലെത്തി ഇല മുറിച്ചെടുത്തതിന് ശേഷം ആ ഉറുമ്പിൻ്റെ ശരീരത്തിലുള്ള ഒരു ബാക്ടീരിയയെ ഉപയോഗപ്പെടുത്തി ആ ബാക്ടീരിയയുടെ ശരീരത്തിൽ നിന്ന് ഒരു തരത്തിലുള്ള ദ്രാവകം ഉൽപ്പാദിപ്പിച്ച് ഈ ഇലയിൽ എന്തെങ്കിലും തരത്തിലുള്ള അപകടകരമായ രാസവസ്തുക്കളുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അണുക്കളുണ്ടെങ്കിൽ ആ അണുക്കളെ മുഴുവനും നശിപ്പിക്കുന്നു. ഒരു അണുനശീകരണിയെപ്പോലെ, ജീവിക്കുന്ന അണുനശീകരണിയെപ്പോലെ ബാക്ടീരിയ പ്രവർത്തിക്കുന്നു. അതിനുശേഷമാണ് ഈ ഇലയുമായി അവർ കൂട്ടിലേക്ക് തിരിച്ചു നടക്കുന്നത്. കൂട്ടിൽ എത്തി ഇല പ്രത്യേകമായ രൂപത്തിൽ അവ വിന്യസിക്കുന്നു. വിന്യസിച്ചതിന് ശേഷം അവക്ക് ആവശ്യമായ ഒരു തരം ഫംഗസുകളുണ്ട്. ആ ഫംഗസുകൾ ആ ഇലയിൽ മാത്രമേ വളരൂ. ആ ഫംഗസുകളുടെ ചെറിയ രേണുക്കളെ കൊണ്ടുവന്ന് ഇലയിൽ നടുന്നു. നട്ടതിന് ശേഷം ആ ഫംഗസ് വളർന്നു വരുന്നതിനെ കാവൽ നിർത്തുന്നു. ആദ്യത്തെ നിര നന്ന ചെറിയ ഉറുമ്പുകൾ. അവക്ക് മിനിയം എന്നാണ് നമ്മൾ വിളിക്കുന്ന പേര്. ആ നന്ന ചെറിയ ഉറുമ്പുകളെ കടത്തി വെട്ടിക്കൊണ്ട് അതിനകത്തേക്ക് ഏതെങ്കിലും ഒരു ശത്രു പ്രവേശിച്ചാൽ അവിടെ സജ്ജമായി നിൽക്കുന്നു ഏറ്റവും വലിയ ഉറുമ്പുകൾ, മേജർ എന്ന് നമ്മൾ വിളിക്കുന്ന ഉറുമ്പുകൾ. ആ ഉറുമ്പുകളുടെ പ്രതിരോധത്തെ ഭേദിച്ചുകൊണ്ടൊരു ശത്രുവിന് അവരുടെ കൃഷിയിടത്തിലേക്ക് കടക്കാൻ സാധ്യമല്ല. കൃഷി, പച്ചയായ കൃഷി, ആ കൃഷി ചെയ്ത് ഈ ഫംഗസുകൾ പ്രത്യേക പ്രായമെത്തിക്കഴിഞ്ഞാൽ ആ ഫംഗസുകളെ കൊയ്തെടുത്ത് ഈ ഉറുമ്പുകൾ ഭക്ഷിക്കുന്നു. ഇത് ഉറുമ്പ് കോളനിയിലെ അത്ഭുതകരമായ ഉറുമ്പുകളുടെ പ്രവർത്തനം. അവിടെ തങ്ങളുടെ
തങ്ങൾക്കാവശ്യമായ വസ്തുക്കളെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നുണ്ട് ഉറുമ്പുകൾ. തങ്ങൾക്ക് കൃഷി ചെയ്യുവാൻ ആവശ്യമായ ഇല ഏതാണ് എന്ന് പരിശോധിച്ച് പഠിക്കുന്നുണ്ട് ഉറുമ്പുകൾ. ആ ഇലയിലുള്ള അപകടകരമായ രാസവസ്തുക്കളെയും അണുക്കളെയും വളരെ സമർത്ഥമായി അണുനശീകരണി ഉപയോഗിച്ച് അതിനെ ശുദ്ധീകരിക്കുന്നുണ്ട് ഉറുമ്പുകൾ. അതിനെ വളരെ സമർത്ഥമായി മുറിച്ചെടുത്ത് തങ്ങളുടെ കൂടുകളിലേക്ക് വളരെ ശ്രേണീബന്ധിതമായി കൊണ്ടുവരുന്നുണ്ട് ഉറുമ്പുകൾ. അങ്ങനെ ആ ഇല വളരെ പ്രത്യേകമായ രൂപത്തിൽ നിരത്തിവെച്ച് തങ്ങൾക്കാവശ്യമായ ഫംഗസ് വിത്തുകളെ കണ്ടെത്തി കൊണ്ടുവന്ന് കൃഷി നടത്തുന്നുണ്ട് ഉറുമ്പുകൾ. ആ കൃഷിയിൽ ഫംഗസുകൾ തങ്ങൾക്കാവശ്യമായ പ്രായമെത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, ആ പ്രായത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതിനെ കൊയ്തെടുത്ത് ഉപയോഗിക്കുന്നുണ്ട് ഉറുമ്പുകൾ. കാർഷിക വൃത്തി എന്ന് പറയാൻ കഴിയുന്ന എല്ലാം ഉൾക്കൊള്ളുന്ന വളരെ സമർത്ഥമായ ഉറുമ്പുകൾ. അതോടൊപ്പം തന്നെ വളരെ സങ്കീർണമായ രാസ സന്ദേശങ്ങൾ അയക്കുവാനും ഫെറോമോണുകൾ അയക്കുവാനും ആ രാസ സന്ദേശങ്ങൾ വായിച്ചെടുക്കുവാനും ഉള്ള കഴിവുമുണ്ട് ഉറുമ്പുകൾക്ക്. ഈ ഉറുമ്പുകൾക്ക് വിവരമില്ല എന്ന് പറയാൻ കഴിയുമോ? അവക്കാവശ്യമായ വിവരങ്ങൾ ഉറുമ്പിനുണ്ട്. ഓരോ ജീവിക്കും അവക്കാവശ്യമായ വിവരങ്ങളുണ്ട്. തേനീച്ചക്കൂട്ടിലെ അത്ഭുതകരമായ പ്രവൃത്തി വിഭജനത്തെക്കുറിച്ച് പലപ്പോഴും ആവർത്തിച്ച് കേൾക്കാറുള്ളവരാണ് നമ്മൾ. 48 വരുന്ന കണ്ടുപിടിച്ച തേനീച്ച സ്പീഷീസുകൾ, അവ നടത്തുന്ന തേനന്വേഷണം മുതൽ കണ്ടുപിടിച്ച തേൻ മറ്റുള്ളവർക്ക്, തേനിൻ്റെ സ്രോതസ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ അവ നിർവഹിക്കുന്ന വേഗിൾ നൃത്തം മുതൽ ആ നൃത്തത്തിൻ്റെ ദിശയും കാര്യവും മനസ്സിലാക്കിക്കൊണ്ട് മറ്റ് തേനീച്ചകൾ നടത്തുന്ന തേൻ ശേഖരണ യാത്ര മുതൽ ആ തേൻ ശേഖരണ യാത്രയ്ക്ക് ശേഷം അവക്ക് കൂടാവശ്യമായി വരുമ്പോൾ നിർമ്മിക്കുന്ന കൂടിൻ്റെ ജാമിതീയമായ അളവുകൾ മുതൽ എല്ലാം തേനീച്ചകൾക്ക് ആവശ്യമായ എല്ലാ വിവരവുമുണ്ട് എന്ന വസ്തുത നമുക്ക് പറഞ്ഞു തരുന്നതാണ്. 10,000-ഓളം വരുന്ന പക്ഷി ജാതികളിൽ 1280 എണ്ണമാണ് ഇതുവരെ ദേശാന്തര ഗമനം നടത്തുന്ന പക്ഷിജാതികളായി കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. ഈ 1280 തരം ദേശാന്തര ഗമനം നടത്തുന്ന പക്ഷികൾക്കും അവയുടെ മാർഗം എന്താണ് എന്ന് കൃത്യമായി അറിയാം. അവ എങ്ങോട്ട് പോകണമെന്നറിയാം. അവിടെ എത്തേണ്ടത് എങ്ങനെയെന്നറിയാം. ഉദാഹരണത്തിന് ഏറ്റവും അധികം ദൂരം ദേശാന്തര ഗമനം നടത്തുന്ന ആർട്ടിക്കിൽ നിന്ന് അന്റാർട്ടിക്കിലേക്ക് 18,000 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ ആ യാത്രയിൽ ഒരു വഴികാട്ടിയുമില്ലാതെ, ഒരു കോമ്പസുമില്ലാതെ, ഒരു മാപ്പുമില്ലാതെ അവ കൃത്യമായി അവിടെ എത്തിച്ചേരുന്നുവെങ്കിൽ അവക്ക് യാത്രയെക്കുറിച്ച് വിവരമില്ല എന്ന് പറയാൻ കഴിയുമോ? വിവരമുണ്ട്. അവക്ക് ആവശ്യമായ വിവരങ്ങളെല്ലാം ഉണ്ട്. ഇങ്ങനെ ഓരോ ജീവി വർഗമെടുത്താലും ആ ജീവി വർഗങ്ങൾക്കെല്ലാം ആവശ്യമായ വിവരങ്ങളുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. 2011 ഓഗസ്റ്റ് മാസത്തിലെ കണക്ക് പ്രകാരം
ഇതുവരെയായി 87 ലക്ഷം ജീവവർഗങ്ങളെയാണ് എണ്ണി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ 22 ലക്ഷം കടലിലും 65 ലക്ഷം കരയിലും ജീവിക്കുന്ന ജീവിവർഗങ്ങളാണ്. ഈ ജീവവർഗങ്ങളിൽ പുരോഗമിച്ച ജീവിവർഗങ്ങളായി അറിയപ്പെടുന്നതാണ് കശേരുകികൾ, വെർട്ടിബ്രേറ്റ്സ് എന്നറിയപ്പെടുന്നത്. അവയിൽ തന്നെ പ്രത്യേകമായി കുടുംബ ബന്ധം പുലർത്തുന്ന സംസ്കരിക്കപ്പെട്ട സംസ്കൃതമായ ജൈവവർഗങ്ങളിൽപ്പെട്ടതാണ് മാമ്മൽസ് എന്ന് പറയുന്ന സസ്തനികൾ, കുട്ടികളെ മുലകൊടുത്ത് വളർത്തുന്ന ജീവികൾ. 5488 സസ്തനി ജീവിവർഗങ്ങളുണ്ട് എന്നാണ് ഇതുവരെയുള്ള കണക്ക്. ഈ 87 ലക്ഷം ജീവവർഗങ്ങളിൽ 87 ലക്ഷം സ്പീഷീസുകളിൽ സവിശേഷമായ 5488 മാമ്മലുകളെ എടുത്താൽ, സസ്തനികളെ എടുത്താൽ, ആ സസ്തനികളിൽ തന്നെ 5487 സസ്തനികൾക്കും അവക്കാവശ്യമായ സകല വിജ്ഞാനങ്ങളും സകല വിവരങ്ങളും നൽകപ്പെട്ടുകൊണ്ടാണ് ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത്. ബാക്കി എല്ലാ ജീവവർഗങ്ങളുടെയും സ്ഥിതി അത് തന്നെ. അവിടെ ഈ 87 ലക്ഷം ജീവവർഗങ്ങളിൽ മാറി നിൽക്കുന്ന ഒരേ ഒരു ജീവിവർഗത്തെ മാത്രമേ ലോകത്തിന് പരിചയമുള്ളൂ. ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ ഹോമോ സാപ്പിയൻസ് എന്ന് വിളിക്കുന്ന നരവർഗം. നരവർഗത്തിൻ്റെ സവിശേഷത അതിന് നിലനിൽക്കാൻ ആവശ്യമായ വിവരങ്ങളൊന്നുമില്ലാതെയാണ് ആൾ ജനിക്കുന്നത് എന്നാണ്. ഒരു വിവരവും അതിനില്ല. ഒരു വിജ്ഞാനവും അതിന് നിലനിൽക്കാൻ ആവശ്യമായ ഒരു വിജ്ഞാനവും അതിനില്ല. ജനിച്ചയുടനെ അമ്മിഞ്ഞ പാല് ലഭിക്കണമെന്നത് ഏതൊരു സസ്തനിയുടെയും അടിസ്ഥാനപരമായ അവകാശമാണ്. സസ്തന ശിശുവിൻ്റെയും മാതാവിൻ്റെ പാല് കുടിച്ചാണ് അവ വളരുന്നത്. ഒരു സസ്തനിക്കും മാതാവിൻ്റെ പാല് കുടിക്കണമെങ്കിൽ മാതാവിൻ്റെ സഹായം ആവശ്യമില്ല. അവ സ്വയം അന്വേഷിച്ച് മാതാവിൻ്റെ പാലുള്ള സ്ഥലം കണ്ടുപിടിച്ച് അത് കുടിച്ചുകൊള്ളും. മനുഷ്യ ശിശുവിന് ആ വിവരം പോലുമില്ല. അതിനെ മാതാവ് എടുത്ത് പാലിൻ്റെ സ്രോതസ്സിൽ കൊണ്ടുപോയി അത് ചുണ്ടിനകത്തേക്ക് മുലക്കണ്ണികൾ വെച്ചു കൊടുക്കുമ്പോൾ മാത്രമാണ് അതിന് ചപ്പിക്കുടിക്കുവാനുള്ള അതിൻ്റെ പ്രചോദനമുണ്ടാകുന്നത്. പരിശുദ്ധ ഖുർആനിലെ 16-ാമത്തെ അധ്യായം സൂറത്തുൻ നഹ്ലിൽ 78-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലാഹു യഖ്റുജുക്കും മിൻ ബുതൂനിക്കും ബിൻ ബുതൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈഅ. അവരുടെ മാതാക്കളുടെ ഗർഭാശയങ്ങൾക്കകത്ത് നിന്ന് ഒരു വിവരവുമില്ലാതെയാണ് അള്ളാഹു നിങ്ങളെ പുറത്തു കൊണ്ടുവന്നത്. ഒരു വിവരവുമില്ലാതെ ഭൂമിയിൽ ജനിക്കുന്ന മനുഷ്യന് അവൻ നിലനിൽക്കണമെങ്കിൽ ആവശ്യമായ കാര്യങ്ങൾ പഠിച്ചെടുക്കേണ്ടതുണ്ട്. അത് പഠിച്ചെടുക്കുക എന്നതാണ് മനുഷ്യന് നൽകപ്പെട്ട ഇന്ദ്രിയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഇന്ദ്രിയങ്ങളുടെ പ്രധാനപ്പെട്ട ദൗത്യം എന്നുള്ളതാണ് വസ്തുത. ഇന്ദ്രിയങ്ങൾ എല്ലാ ജീവികൾക്കുമുണ്ട്.
എന്നാൽ ജീവികൾ മനസ്സിലാക്കുക മാത്രമാണ് ഇന്ദ്രിയങ്ങളിലൂടെ ചെയ്യുന്നത്. ജന്തുക്കൾക്കുള്ള കണ്ണ്, ആ കണ്ണുപയോഗിച്ച് ചുറ്റുപാടും എന്തു നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു എന്നതിനപ്പുറത്ത് ആ കണ്ണിൽ നിന്നിലൂടെ ലഭിക്കുന്ന വിവരങ്ങളെ അപഗ്രഥിച്ച് കണ്ടുപിടിച്ച് ആ വിവരങ്ങളെ വിജ്ഞാനമാക്കി മാറ്റി അത് ശേഖരിച്ചു വെക്കുക എന്ന ഒരു ദൗത്യം അവക്ക് പലപ്പോഴുമില്ല. അവയുടെ അനുഭവങ്ങൾ അവക്ക് പകർന്നു നൽകുന്ന വിവരങ്ങൾ അവക്കുണ്ട് എന്ന് മാത്രം. എന്നാൽ മനുഷ്യന് അവൻ്റെ ഇന്ദ്രിയങ്ങൾ നമുക്കറിയാവുന്നതുപോലെ 5 ഇന്ദ്രിയങ്ങളിൽ പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ചാവർത്തിച്ച് പടച്ചവൻ നൽകിയ വലിയ അനുഗ്രഹമായി പറയുന്ന 2 ഇന്ദ്രിയങ്ങളാണ് കണ്ണും കാതും. വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ. നേരത്തെ പറഞ്ഞ ആയത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവർക്ക് അങ്ങനെ ഒരു വിവരവുമില്ലാതെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കപ്പെട്ട മനുഷ്യന് പക്ഷേ അല്ലാഹു കേൾവിയും കാഴ്ചയും ഹൃദയങ്ങളും നൽകി. ലഅല്ലക്കും തഷ്കുറൂൻ, അവർ നന്ദി കാണിക്കുന്നതിന് വേണ്ടി. ഈ ഇന്ദ്രിയങ്ങളിലൂടെ മനുഷ്യൻ കാര്യങ്ങൾ അറിയുകയാണ്, മനസ്സിലാക്കുകയാണ്. ബാക്കിയുള്ള ജീവികൾക്കെല്ലാം അവക്കാവശ്യമായ വിവരങ്ങളെല്ലാം ജനിതക കോഡുകളിൽ രേഖപ്പെടുത്തപ്പെട്ട് ലഭിക്കുമ്പോൾ മനുഷ്യ ശിശുവിന് ആവശ്യമായ വിവരങ്ങൾ അത് അതിൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് പഠിച്ചെടുക്കാൻ തുടങ്ങുന്നു. ആ പഠിച്ചെടുക്കൽ ആരംഭിക്കുന്നത് അവൻ ജനിച്ചതിന് ശേഷമല്ല, മറിച്ച് ഗർഭാശയത്തിൽ അവൻ ഉരുവം കൊള്ളുന്ന സമയം മുതൽക്കാണ്. മാതാവിൻ്റെ ശരീരത്തിനകത്ത്, ഗർഭാശയത്തിനകത്ത് പിതാവിൽ നിന്നുള്ള ഒരു അർദ്ധകോശവും മാതാവിൽ നിന്നുള്ള ഒരു അർദ്ധകോശവും 2 പകുതി കോശങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരു സിക്താണ്ഡമുണ്ടായി. നമ്മുടെ ശരീരത്തിൽ ആദ്യ കോശമുണ്ടായി. ആ ആദ്യ കോശം 2 ആയി, 4 ആയി, 8 ആയി, 16, 32, 64, 128, 256 എല്ലാമായി വിഭജിക്കപ്പെട്ട് 8 ആഴ്ച പ്രായമാകുമ്പോഴേക്ക് ശരീരത്തിലെ മൃദുലമായ പേശികൾ രൂപീകരിക്കപ്പെട്ട് നമ്മുടെ ത്വക്ക് രൂപീകരിക്കപ്പെടുന്നത് മുതൽ, നമ്മുടെ ശരീരത്തിൻ്റെ തൊലി രൂപീകരിക്കപ്പെടുന്നത് മുതൽ കുഞ്ഞ് വിവരങ്ങൾ ശേഖരിക്കുവാൻ തുടങ്ങി എന്ന് ശാസ്ത്രം പറയും. ആ ത്വക്കിലൂടെ ലഭിക്കുന്ന സ്പർശം മാതാവിൻ്റെയാണെങ്കിലും പിതാവിൻ്റെയാണെങ്കിലും ലഭിക്കുന്ന സ്നേഹസ്പർശങ്ങൾ കുട്ടിയുടെ വൈകാരികമായ വളർച്ചയെ ബാധിക്കുന്ന സ്പർശങ്ങളായി തീർന്നു. കുട്ടിയുടെ 24-ാമത്തെ ആഴ്ച രൂപപ്പെടുന്ന കേൾവി പരിശുദ്ധ ഖുർആനിൽ എവിടെയൊക്കെ കാഴ്ചയെയും കേൾവിയെയും കുറിച്ച് പറയുന്നുണ്ടോ അവിടങ്ങളിലെല്ലാം നമുക്ക് കാണാൻ കഴിയും കേൾവിയെ പടച്ചവൻ നൽകിയ അനുഗ്രഹത്തിൽ ഒന്നാമതായി എണ്ണുകയും കാഴ്ചയെ അതിനുശേഷം എണ്ണുകയും ചെയ്യുന്ന പ്രവണത. ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലിഹി ഫജഅൽനാഹു സമീഅൻ ബസീറ. തീർച്ചയായും കൂടിച്ചേർന്ന ഒരു സിക്താണ്ഡത്തിൽ നിന്ന്, ഒരു ദ്രാവകത്തിൽ നിന്ന്, ഒരു ബീജത്തിൽ നിന്ന് നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു അവനെ പരീക്ഷിക്കുന്നതിന് വേണ്ടി.
എന്നിട്ടവന് കേൾവിയും കാഴ്ചയും നൽകിയിരിക്കുന്നു. കേൾവി മനുഷ്യ ശിശു 24-ാമത്തെ ആഴ്ച അനുഭവിക്കാൻ ആരംഭിക്കുമ്പോൾ കാണുവാൻ ആവശ്യമായ സംവിധാനങ്ങൾ പൂർണ്ണമാകുന്നത് 26-ാമത്തെ ആഴ്ചയാണ്. പക്ഷേ അപ്പോഴും ശിശു കാണാൻ തുടങ്ങുന്നില്ല. ഇരുളടഞ്ഞ ഗർഭാശയത്തിനകത്ത് അതിന് യാതൊന്നും കാണാനില്ല. ജനിച്ചയുടനെ അത് കാണാൻ തുടങ്ങുന്നത് കേവലം നിഴലുകൾ മാത്രമാണ്. 6 മാസമാകുമ്പോഴാണ് കുഞ്ഞ് പൂർണ്ണമായി നമ്മൾ കാണുന്ന ഈ അതിസുന്ദരമായ ഈ പ്രകാശപൂരിതമായ സപ്തവർണ്ണങ്ങളുള്ള ലോകം കാണാൻ തുടങ്ങുന്നത്. മനുഷ്യൻ്റെ കണ്ണിന് 1 കോടി വർണ്ണങ്ങളെ തിരിച്ചറിയാൻ കഴിയും. അങ്ങനെയുള്ള കണ്ണിലൂടെയുള്ള കാഴ്ചയുടെ തുടക്കം ജനനത്തിന് ശേഷമാണ്. പക്ഷേ കേൾവി ഗർഭാശയത്തിനകത്ത് നിന്ന് ആരംഭിക്കുന്നു. ഞാനിത് സൂചിപ്പിക്കുന്നത് ഒരു വിവരവുമില്ലാതെ അടിസ്ഥാനപരമായി മറ്റ് ജീവികൾക്ക് നൽകപ്പെടുന്ന വിവരത്തെ പോലെയുള്ള വിവരങ്ങളൊന്നുമില്ലാതെ ഭൂമിയിലേക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ അടിസ്ഥാനപരമായ വിവരശേഖരം ശേഖരിച്ചു വെക്കൽ ഗർഭാശയത്തിനകത്ത് നിന്ന് ആരംഭിക്കുന്നു. ആ സമയത്ത് മാതാവ് എന്തു കേൾക്കുന്നുവോ അത് കുഞ്ഞും കേൾക്കുന്നു. അതുകൊണ്ടാണ് ശിശു മനഃശാസ്ത്രജ്ഞന്മാർ പ്രത്യേകമായി എടുത്തു പറയുക, അപകടകരമായ യാതൊന്നും കുട്ടിയുടെ വ്യക്തിത്വത്തെ ദോഷകരമായി ബാധിക്കുന്ന യാതൊന്നും, കുട്ടിയെ തിന്മയിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുള്ള യാതൊന്നും ഈ സമയത്ത് മാതാക്കൾ കേൾക്കരുതേ എന്ന്. ജനിച്ചതിന് ശേഷം കുഞ്ഞ് വിവരങ്ങൾ ശേഖരിക്കുന്നു വളരെ പെട്ടെന്ന്. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവൻ്റെ വ്യക്തിത്വം രൂപീകരിക്കപ്പെടുന്നു. വ്യക്തിത്വ രൂപീകരണത്തിന് വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങളിലൂടെ ആദ്യത്തെ ഘട്ടമായി 3 വയസ്സ് വരെയുള്ള പ്രായവും, രണ്ടാമത്തെ ഘട്ടമായി 6 വയസ്സ് വരെയുള്ള പ്രായവും, മൂന്നാമത്തെ ഘട്ടമായി 14 വയസ്സ് വരെയുള്ള പ്രായവും, അതിനുശേഷമുള്ള ഘട്ടമായി അതുമുതൽ മരണം വരെയുള്ള പ്രായവും മനഃശാസ്ത്രജ്ഞന്മാർ എണ്ണുമ്പോൾ ഈ ഘട്ടങ്ങളിലെല്ലാം അവന് ലഭിക്കുന്ന അറിവ്, അതിൻ്റെ വ്യത്യസ്തതകൾ അവൻ്റെ വ്യക്തിത്വത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചെറുപ്പത്തിൽ കാര്യങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കുവാൻ സാധ്യമല്ലാത്ത പ്രായത്തിൽ അവൻ കാണുന്നതെന്തോ അതെല്ലാം തലച്ചോറിൽ റെക്കോർഡ് ചെയ്യപ്പെടുകയും അവൻ കേൾക്കുന്നതെന്തോ അതെല്ലാം കൃത്യമായി ശേഖരിക്കപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ്റെ അടിസ്ഥാന ധാർമ്മികതയും അടിസ്ഥാന വ്യക്തിത്വവും രൂപീകരിക്കപ്പെടുന്നു എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. അവൻ്റെ ലോകത്തെക്കുറിച്ചുള്ള അവൻ്റെ കാഴ്ചപ്പാട് ഈ അടിസ്ഥാന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. എന്തുകൊണ്ട് പുതിയ ലോകത്തിലെ പുതിയ തലമുറ ഇങ്ങനെയെല്ലാം പെരുമാറുന്നു എന്ന ചോദ്യത്തിന് എങ്ങനെയെല്ലാം എന്ന് ഞാൻ പറയേണ്ടതില്ലാത്ത വിധം നിങ്ങൾക്കറിയാം. ആ ചോദ്യത്തിന് ശിശു മനഃശാസ്ത്രജ്ഞൻ നൽകുന്ന മറുപടി അവൻ്റെ അടിസ്ഥാന വ്യക്തിത്വത്തെ തീരുമാനിച്ചത്
മാതാവിൻ്റെയോ പിതാവിൻ്റെയോ സംസ്കാരമോ അവരുടെ ബോധപൂർവമായ ഇടപെടലുകളോ അല്ല, മറിച്ച് ഈ പ്രായത്തിൽ ആ കുട്ടി കണ്ട ടെലിവിഷനിലെ രംഗങ്ങളും അവൻ്റെ തലച്ചോറിനെ വളരെ സമർത്ഥമായി വാണിജ്യവൽക്കരിക്കുവാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട പരസ്യങ്ങളിലെ വാചകങ്ങളും അവൻ്റെ ധാർമ്മികതയെ തകർക്കുന്ന തരത്തിലുള്ള ദൃശ്യശ്രാവ്യ വിരുന്നുകളുമാണ് എന്ന വസ്തുതയാണ്. വിജ്ഞാനം സ്വന്തമായി നേടിയെടുക്കുന്നതിന് മുൻപ് സ്വയം മനസ്സിലാക്കി കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് പഠിച്ചെടുക്കുന്നതിന് മുൻപ് വ്യക്തിത്വ രൂപീകരണത്തിൽ മാതാപിതാക്കളുടെ അടിസ്ഥാനപരമായ ഉത്തരവാദിത്വത്തെ കൃത്യമായി പഠിപ്പിക്കുന്നതാണ് ഈ കണ്ടെത്തലുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുഞ്ഞുങ്ങളെല്ലാം ജനിക്കുന്നത് ഫിത്രത്തോടു കൂടിയാണ്, ശുദ്ധമായ പ്രകൃതിയോടുകൂടി. ഇത് വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ഫിത്രത്തിൻ്റെ മതമാണ് ഇസ്ലാം. ഫിത്രത്തല്ലാഹില്ലത്തി ഫതറന്നാസ അലൈഹാ. പരിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ അധ്യായം സൂറത്തുർ റൂമിലെ 30-ാമത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ മനുഷ്യ പ്രകൃതിയുടെ മതമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ വിശുദ്ധാവസ്ഥയിലുള്ള ആദർശമാണ് ഇസ്ലാം. ആ ഫിത്രത്തിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ജൂതനും ക്രിസ്ത്യാനിയും മജൂസിയുമെല്ലാം ആക്കി തീർക്കുന്നത് അവൻ്റെ മാതാപിതാക്കളും സാഹചര്യങ്ങളും ചുറ്റുപാടുകളുമാണ് എന്ന്. പുതിയ തലമുറയിലെ മനഃശാസ്ത്ര വിശ്ലേഷണത്തിൻ്റെ മാർഗമായ ട്രാൻസാക്ഷണൽ അനാലിസിസിൻ്റെ വിനിമയാപഗ്രഥനത്തിൻ്റെ പിതാവ് എറിക്സൺ പറഞ്ഞു, all are born as queens and kings, but parents and teachers make them frogs. എല്ലാ കുഞ്ഞുങ്ങളും ജനിക്കുന്നത് രാജാക്കന്മാരും രാജ്ഞിമാരുമായിട്ടാണ്. മാതാപിതാക്കളും അവരുടെ അധ്യാപകരും കൂടി അവരെ തവളകളാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഉപകാരവുമില്ലാത്ത, ഒരു ഉപദ്രവവുമില്ലാത്ത, എന്നാൽ എല്ലാവർക്കും വെറുപ്പും വിദ്വേഷവും മാത്രമുള്ള പേടിയുള്ള ഒരു ജീവിയായി, ഒരു വൃത്തികെട്ട ജീവിയായി മാറ്റിയെടുക്കുന്നതിൻ്റെ പിന്നിൽ ആ സാഹചര്യം സൃഷ്ടിക്കുന്ന ആളുകൾക്കാണ് ഉത്തരവാദിത്വം എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. ഇവിടെ വിജ്ഞാനം വിമോചനത്തിന്, മോക്ഷത്തിന് എന്ന തലക്കെട്ടിൽ ബോധപൂർവമായ വിജ്ഞാന ശേഖരണത്തിനുള്ള പരിശ്രമത്തിൻ്റെ മുൻപ് ആവശ്യമായ വിജ്ഞാന വിഹായുസ്സിൻ്റെ സാഹചര്യം സൃഷ്ടിക്കേണ്ട മാതാപിതാക്കളെ, വിദ്യാലയങ്ങളെ, അധ്യാപകരെ, ചുറ്റുപാടുകളെ എല്ലാം പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടല്ലാതെ ആധുനിക സമൂഹത്തിൻ്റെ വഴിവിട്ട പോക്കിനെക്കുറിച്ചുള്ള ഒരപഗ്രഥനവും സാധ്യമല്ല എന്ന വസ്തുതയാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നത്. എന്തുകൊണ്ട് എൻ്റെ മകൻ ഇങ്ങനെ എന്ന് 14-ാമത്തെ വയസ്സുള്ള മകൻ്റെ കൈപിടിച്ചുകൊണ്ട് മനഃശാസ്ത്രജ്ഞനോട് ചോദിക്കുന്ന പിതാവിനോട്, മാതാവിനോട് മനഃശാസ്ത്രജ്ഞൻ നൽകുന്ന മറുപടി, നിങ്ങൾ അവനെ ചെറിയ മുലകുടി പ്രായത്തിൽ ഉള്ള സമയത്ത് നിങ്ങളുടെ മടിയിലിരുത്തിക്കൊണ്ട് കാണിച്ചു കൊടുത്ത സീരിയലിൻ്റെ, സിനിമയുടെ, ആക്ഷൻ ത്രില്ലറുകളുടെ, നിങ്ങൾ കേട്ട ഗാനങ്ങളുടെ, ഒച്ചപ്പാടുകളുടെ ഫലമാണിത് എന്നാണ്.
ആ മറുപടിയിൽ നിന്ന് ആരംഭിക്കുകയാണ് നമ്മുടെ വിഷയത്തിൻ്റെ കാതൽ. മുജാഹിദ് വിദ്യാർത്ഥി പ്രസ്ഥാനം ഈ പ്രോഗ്രാമിനോടനുബന്ധിച്ച് രൂപീകരിക്കപ്പെടുകയാണ്. ആ രൂപീകരണത്തിൽ വളരെ കൃത്യമായ ലക്ഷ്യങ്ങളെക്കുറിച്ച് ആ പ്രസ്ഥാനത്തിൻ്റെ നായകൻ, ഇന്ന് മുജാഹിദ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ നയിക്കുന്ന അതിൻ്റെ ജനറൽ സെക്രട്ടറി താജുദ്ദീൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ സൂചിപ്പിക്കുന്നത്, ഈ രംഗത്ത് അവിടെ കുട്ടികളെ ഒന്ന് കൈപിടിച്ച് വളർത്തുവാൻ പ്രായമായാൽ അവരെ എങ്ങനെ വളർത്താമെന്ന് താജുദ്ദീനെ പോലെയുള്ള അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള വളരെ ശക്തമായ ത്യാഗനിർഭരമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ അവർക്കാവശ്യമായ ഭൂമികയൊരുക്കി കൊടുക്കേണ്ട മാതാപിതാക്കളുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യങ്ങൾ പറഞ്ഞത്. വിജ്ഞാനം, അറിവ് എന്ന് പറയുമ്പോൾ ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യർക്ക് അവർ മാത്രമാണ് അറിവ് നേടിയെടുക്കേണ്ടി വരുന്നത് എന്നുള്ള വസ്തുതയിൽ നിന്ന് ആരംഭിക്കുന്ന നമ്മുടെ അന്വേഷണം. എന്തുകൊണ്ടങ്ങനെ? മനുഷ്യന് മാത്രം അറിവ് നേടിയെടുക്കേണ്ടി വരുന്നു അതേവൻ്റെ നിലനിൽപ്പിന്. അവന് ഭക്ഷണം കഴിക്കണമെങ്കിൽ അതിനാവശ്യമായ വിവരങ്ങൾ അവനില്ല. അവൻ്റെ ആമാശയത്തിന് ദഹിക്കാൻ കഴിയുന്ന ഭക്ഷണം എന്തൊക്കെയാണ് എന്ന് അവൻ അന്വേഷിച്ച് പഠിച്ച് അനുഭവിച്ചറിഞ്ഞ് അവൻ കഴിക്കേണ്ടതുണ്ട്. അവൻ്റെ ശരീരത്തെ പുഷ്ടിപ്പെടുത്താൻ ആവശ്യമായ ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് എന്ന് അവൻ ഗവേഷണം നടത്തി കണ്ടെത്തി പരിശോധിക്കേണ്ടതുണ്ട്. അവൻ വീടെടുക്കണമെങ്കിൽ അത് എങ്ങനെ എടുക്കണമെന്ന്, ഏത് രൂപത്തിലാക്കണമെന്ന് അവൻ ഗവേഷണം നടത്തണം, അവൻ പഠിക്കണം, അവൻ മനസ്സിലാക്കണം. ഓരോ രംഗവും അങ്ങനെ. അവൻ കൃഷി ചെയ്യണമെങ്കിലുള്ള സ്ഥിതി നമുക്കറിയാം. പക്ഷേ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവികൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അവക്കൊന്നും ഒരു വിവരവും നേടിയെടുക്കേണ്ടതില്ലാത്ത വിധം അവരുടെ തലച്ചോറുകൾ, അവരുടെ ജനിതക കോഡുകൾ, അവരുടെ ഗൈഡൻസ്, അവർക്ക് ലഭിക്കപ്പെട്ട കൃത്യമായ മാർഗദർശനം പൂർണ്ണമാണ്. ആ പൂർണ്ണമായ മാർഗദർശനം നൽകിയതാരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുവാൻ വേണ്ടി ജീവശാസ്ത്രം കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ഭഗീരഥ പരിശ്രമത്തിലാണ്. ചാൾസ് ഡാർവിനിൽ നിന്ന് തുടങ്ങുകയും സ്റ്റീഫൻ ജെ ഗോൾഡിൽ ഇന്ന് നിലനിൽക്കുകയും ചെയ്യുന്ന പരിണാമവാദികളുടെ ഒരു നിര തന്നെ ഈ ചോദ്യത്തിന് ഉത്തരം